എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര നയഗ്ര ഫോൾസിലുള്ള ജേർണി ബിഹൈൻഡ് ദ ഫോൾസ് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ടിക്കറ്റ് എടുത്തു, ലൈനിൽ നിന്നകത്ത് കയറി, സ്ട്രോളർ അവിടെ കൊടുത്തു. തിരിച്ചു വരുമ്പോൾ സ്ട്രോളർ ഇവിടെ നിന്നും കളക്ട് ചെയ്യാം. താഴെ ഒട്ടും സ്ട്രോളർ ഫ്രണ്ട്ലി അല്ല. ദേഹത്തിടാനുള്ള കോട്ട് കിട്ടി. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ അത് ഡിസ്പോസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ടിക്കറ്റിന് ഒരാൾ ചാർജ് ചെയ്യുന്നത് $29. അതോടൊപ്പം തന്നെ 3 വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീയും 3 തൊട്ട് 12 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് $19 ചാർജ് ചെയ്യുന്നത്. ഡ്രസ്സെല്ലാം ഇട്ട് റെഡിയായതിനു ശേഷം ഇനി എലവേറ്ററിലാണ് താഴത്തേക്ക് ഇറങ്ങുന്നത്. അവിടെ വീണ്ടും ഒരു ക്യൂ ഉണ്ട്. ഈ കാണുന്ന ക്യൂ തിരിച്ച് മുകളിലേക്ക് പോകാനായിട്ടുള്ളതാണ്. അങ്ങനെ നയഗ്ര ഫോൾസിൻ്റെ ആ ദൃശ്യമനോഹരമായ വെള്ളം വീഴുന്ന കാഴ്ചകളിലേക്ക് നമ്മളെത്തി. മുകളിൽ നിന്ന് കാണുന്നതിനേക്കാളും എത്രമാത്രം ഫോഴ്സിലാണ് ഈ വെള്ളം വീഴുന്നതെന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. വെള്ളത്തിലിറക്കാത്തതിൻ്റെ പരിഭവത്തിലാണ് നൈറ. ചിരിക്കാനൊന്നും കൂട്ടാക്കുന്നതുമില്ല. നയഗ്ര ഫോൾസിൽ തന്നെ ഏറ്റവും മെയിൻ അട്രാക്ഷനായ ബോട്ട് സർവീസ് നോക്കി നിൽക്കുകയാണ് കശി. നയഗ്ര ഫോൾസിൽ വന്നാൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഈ ബോട്ട് സർവീസ്. അതിൻ്റെ ആ ഒരു ഫീല് മറ്റൊന്നിനും തന്നെ നമുക്കിവിടെ കിട്ടുന്നതല്ല. ഇങ്ങനെ ശക്തമായി വീഴുന്ന വെള്ളച്ചാട്ടത്തിനടിയിൽ വന്ന് നിൽക്കാനും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനും അവസരമുണ്ടാക്കിയ ഇതിൻ്റെ ഓരോ ആൾക്കാരെയും പ്രത്യേകം അംഗീകരിച്ചേ മതിയാവൂ. അങ്ങനെ ഇതെല്ലാം കണ്ടു നിന്ന് കുറച്ചു നേരം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങളിനി താഴത്തേക്ക് ഇറങ്ങിയാണ്. കുറച്ചും കൂടി നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ എല്ലാവരും താഴെയാണ് വരുന്നത്. ഇവിടെ വന്ന് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൽ ഷൂട്ട് ചെയ്ത രാവൺ എന്ന സിനിമയിലെ പാട്ടാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. അമേരിക്കൻ സൈഡിലെ ജേർണി ബിഹൈൻഡ് ഫോൾസ് കാനഡയിലേക്കാളും മനോഹരമാണ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അടുത്ത തവണ എന്തായാലും അങ്ങോട്ട് പോകണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ചിലവഴിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.